അപ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു അൺബോക്സിംഗ് കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, ഐക്യൂൻ്റെ ഏത് ഫോണാണെന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് iQOO C9X. 15,000 താഴെ ഇറക്കിയ ഒരു ഫോണാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു അത്യാവശ്യം റെലവൻ്റ് ആയിട്ടൊരു ഫോണാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ആത്മാവൂറ്റിയൊക്കെ നോക്കാം. അതിന് മുമ്പ് അൺബോക്സിങ് ചെയ്യാം. കത്തി ഇതിങ്ങനെ. സോ ഞാൻ അൺബോക്സിങ് ഇങ്ങനെ ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് അൺബോക്സിങ് വീഡിയോ അല്ല ആക്ച്വലി. നിങ്ങളെ പിന്നെ പേര് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ഈ ഒരു ഫോൺ കുറച്ച് നേരത്തേക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് ഷോർട്ട് റിവ്യൂ എന്ന് വേണം പറയാം. ആദ്യം തന്നെ നമുക്ക് ഫോണുണ്ട്, നല്ലൊരു കവറുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു TPU കേസ് ഉണ്ട്. ബുക്ക് Type-C to Type-A കേബിൾ ആണ്. 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ആണ്. 44 വാട്ട്സ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിവേ ഇതാണ് 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ. അപ്പോൾ ഫോണിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിച്ച് പതിയെ തുറക്കുമ്പോഴേ അതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, ഇതാണ് സാധനം. എനിവേ പ്ലാസ്റ്റിക് ബാഗ് തന്നെയാണ്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. ഫിംഗർ പ്രിന്റ് ഒന്നും അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഇതിന്റെ ഒരു ആത്മാവ് ഊറ്റിയിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. അപ്പോൾ ഈ സാധനത്തിന്റെ ആത്മാവ് ഊറ്റി എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ ഒരു ഫോണിന്റെ ഷോർട്ട് റിവ്യൂലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം ഓഫ് കോഴ്സ് ബിൽഡ് ആൻഡ് ഡിസൈൻ ആണ്. ആക്ച്വലി എനിക്ക് ഇതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്. അതായത് ഫിംഗർ പ്രിന്റ് ഒന്നും പതിയത്തില്ല. നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ്. ഇപ്പം ഒരു വെറൈറ്റി, അത് റിഫ്ലക്ഷൻ അനുസരിച്ച് ഇങ്ങനെ ടെക്സ്ചർ മാറും. സംഭവം എനിക്ക് പ്രത്യേകിച്ച് ഡിസൈനകത്ത് വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ല. ഈവൻ സ്ക്രീൻ ആണെങ്കിൽ പോലും പഞ്ച് ഹോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ നോച്ച് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ചിലവന്മാർ. അതെന്തായാലും ഇവിടെ കാണിച്ചിട്ട് വളരെ സന്തോഷം. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ലുണ്ട്, Type-C പോർട്ടാണ്, കൂടാതെ 3.5mm ജാക്കും ഉണ്ട്. ഇവിടെ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സിം സ്ലോട്ട് ആണ്, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അതായത് 1 മെമ്മറി കാർഡ് 1 സിം അല്ലെങ്കിൽ 2 സിം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി മേളിലൊന്നുമില്ല, പക്ഷേ ഇയർ പീസിന്റെ അകത്ത് തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ രണ്ടാമത്തെ സ്പീക്കർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഫിംഗർ പ്രിന്റ് നോക്കി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആണ്, മോർ ടൈം ആക്യുറേറ്റ് ആണ്, അത്യാവശ്യം ഫാസ്റ്റും ആണ്. ഇപ്പം ഫേസ് അൺലോക്കും വെക്കേണ്ട കാര്യമില്ല, നേരെ ഓൺ ആവും. ഇനിയിപ്പോൾ ഓഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. എനിക്കങ്ങനെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ആവറേജ് എന്നേ തോന്നുന്നു, പക്ഷേ ലൗഡ്നെസ് ഉണ്ട്. എന്തായാലും സ്പീക്കർ ക്വാളിറ്റി ഈസ് ഫൈൻ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.72 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റ് ഉണ്ട്. 120 ഹെർട്സ് ഈസ് വർക്കിംഗ് വെരി ഫൈൻ. എനിക്ക് ഇതുവരെ ഒരു ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല 120 ഹെർട്സിന്റെ കാര്യത്തിൽ. ഈവൻ ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആണ്. ഈവൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയറക്റ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 1000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഒക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ആകർഷണത്തിൽ കിടക്കാം. പ്രോസസർ Qualcomm Snapdragon 6 Gen 1 ചിപ്സെറ്റ് ആണ്. അതായത് ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റ് തുടങ്ങുന്നത് 13,000 രൂപയ്ക്കാണ്. ഓഫറിൽ 12,000 രൂപയ്ക്ക് വരെ കിട്ടാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള വേറെ ചിപ്സെറ്റ് ഇല്ല. ഈവൻ അത് നമുക്ക് പ്രാക്ടിക്കലി പ്രതിഫലിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഫോണിന് ഇന്നേ വരെ ലാഗ് വന്നിട്ടില്ല. ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് ലാഗ് വന്നിട്ടില്ല. ഒരു പ്രശ്നങ്ങളും ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. വളരെ സ്മൂത്ത് ആണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. 120 ഹെർട്സ് ഒക്കെ പക്കായിട്ട് ഓടുന്നത്. പിന്നെ ഈ പറഞ്ഞ സ്വിച്ച് മോഡ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ സ്വിച്ചിലിടാം, അല്ലെങ്കിൽ 60 ഹെർട്സിലിടാം. എന്തായാലും 120 ഹെർട്സ് ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം 6000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ 120 ഹെർട്സിൽ ഇട്ടോ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറയുള്ളൂ. 6000 തന്നതുകൊണ്ട്. അപ്പം സ്വിച്ചിലിട്ടാൽ എനിക്ക് അങ്ങനെ ഇതുവരെയും ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടാണ് വന്നേക്കുന്നത്. പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂ വളരെ സ്മൂത്ത് ആയിട്ടാണ് തോന്നിയത്. LPDDR4X UFS 2.2 ഒക്കെയാണ്. ഇവൻ ഗെയിമിങ്ങിലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് BGMI കളിക്കാം. BGMI നമുക്ക് 40 FPS കളിക്കാം. സ്മൂത്ത് അൾട്ര എക്സ്ട്രീം വന്നിട്ടില്ല. പക്ഷേ ചിപ്സെറ്റ് എക്സ്ട്രീം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫോർ ദ റെഫറൻസ് എക്സ്ട്രീം സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് പ്രൈസ് ഇതായതുകൊണ്ട് അവന്മാർ മനഃപൂർവ്വം ഇടാത്താന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും 40 FPS ഇത് വളരെ അടിപൊളിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാം. ഇപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ച് BGMI കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ബാക്കി ഫോൺസിനേലും സജസ്റ്റബിൾ ആയിട്ടുള്ള ഇതാ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോക്കോടെ X5 ഒക്കെ പോകും, അത് 18 ആ റേഞ്ച് വരും. അല്ലെങ്കിൽ ഈ ഒരു 13-14 ഒക്കെ ഇതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം നമുക്ക് ഈ 6 Gen 1 ചിപ്സെറ്റിന്റെ ആ ഒരു സെറ്റപ്പ് വെച്ച് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഗെയിമിംഗിനൊന്നുമല്ല, 40 FPS രീതിയിലായിട്ട് ഒരു നിലവാരത്തിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മറ്റേ ആ ടൂളൊക്കെ വെച്ച് എക്സ്ട്രീം ആക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാതെ ഓടുന്ന. ഹീറ്റിംഗ് ഒന്നും വലിയ രീതിയിൽ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ഹീറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ത്രോട്ടിലിംഗിന്റെ കാര്യം ഓർത്ത്. സത്യം പറഞ്ഞാൽ ത്രോട്ടിലിംഗ് ടെസ്റ്റ് വളരെ അത്ഭുതകരമായിട്ടുള്ള ത്രോട്ടിലിംഗ് ടെസ്റ്റ് ആണ്. ഇന്നേ വരെ ഞാൻ ഒരു ഫോണിലും നോ CPU തെർമൽ ത്രോട്ടിലിംഗ് ഡിറ്റക്റ്റഡ് എന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഫോണിലാണ്. അതായത് ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഏറെക്കുറെ
ക്ലോസ് ടു 0% ത്രോട്ടിലിംഗ് എന്ന് വേണേൽ പറയാം. അതായത് 100% തന്നെയാണ് മിക്ക സമയത്തും പെർഫോമൻസ്. ത്രോട്ടിലിംഗ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കുറേ ആപ്ലിക്കേഷൻസ് കുത്തിക്കയറ്റിയാലും ഐ എം അഷ്വറിങ് 91% എബോവ് നിങ്ങൾക്ക് ത്രോട്ടിലിംഗ് സ്റ്റെബിലിറ്റി കിട്ടും. എന്തായാലും 91% എബോവ് കിട്ടും. ഇത് ഫുള്ള് ഗ്രീൻ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇതിനകത്ത് ഇപ്പം ഞാൻ ചെയ്ത ടെസ്റ്റ് 30 മിനിറ്റിൻ്റെയും കൂടാണ് ത്രോട്ടിലിംഗ് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വളരെ ആപ്ലിക്കേഷൻസ് കുറവാണ്, ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഉള്ളൂ. സ്വാഭാവികമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നിടത്ത് കൂടുതൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ പോലും എങ്ങനെ പോയാലും ഒരു 91% എബോവ് കിട്ടും. 95, 96 ആ റേഞ്ച് കിട്ടും. അതായത് ത്രോട്ടിലിംഗേ ഇല്ല, 0 ത്രോട്ടിലിംഗ് എന്ന് വേണം പറയാം. ഇനി ആദ്യത്തെ സ്കോർ നോക്കി കഴിഞ്ഞാൽ 5,86,522 ആണ് സ്കോർ വന്നേക്കുന്നത്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ഹയസ്റ്റ് ആൻഡ്രോയിഡ് സ്കോറും ഈ ഫോണിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്ത കോമ്പറ്റേറ്റർ എന്ന് പറഞ്ഞ മോട്ടോ ആണ്. മോട്ടോയ്ക്കകത്തുള്ള നമുക്ക് ഡിമെൻസിറ്റി 7050 ഒക്കെയാണ്, 7020 ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അണ്ണൻ ഭേദമാണ്. 5 lakhs ഉണ്ട്. ഗീക്ക് ബെഞ്ച് നോക്കി കഴിഞ്ഞാൽ 935 ആണ് സിംഗിൾ കോർ സ്കോർ, 2691 ആണ് മൾട്ടി കോർ സ്കോർ. അതായത് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ ഒരു ഫോൺ ഒരു പ്രശ്നവുമില്ല. സ്പെസിഫിക്കേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പെർഫോമൻസ്. അപ്പം ഒരു നോർമൽ യൂസർ പെർഫോമൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി വെച്ച് ഈ 12,000 13,000 എന്ന് പറഞ്ഞ ബഡ്ജറ്റാണ് നിങ്ങളുടെ തലയിലെങ്കിൽ പെർഫോമൻസ് ആണ്, വേറെ ഒന്നും നിങ്ങൾ പ്രയോറിറ്റി വെക്കുന്നില്ലെങ്കിൽ കണ്ണടച്ചെടുക്കാം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെർഫോമൻസ് അടിപൊളിയാണ്. എനിവേ വേറൊന്നും പറയാനില്ല പെർഫോമൻസിനെ പറ്റി. അടുത്താണ് നമുക്ക് സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ ഫൺടച്ച് OS 14 ആണ്, ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14. ഇവിടെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഫസ്റ്റ് പറയേണ്ടത് ബ്ലോട്ട്വെയർസ് ആണ്. അതായത് ഏറെക്കുറെ 8 ബ്ലോട്ട്വെയർസും ഐക്യൂവിന്റെ സംബന്ധമായിട്ടുള്ള ഒരു 3-4 ബ്ലോട്ട്വെയർസ് കൂടെ ചേർത്ത് ഒരു 10 എണ്ണം പ്രതീക്ഷിക്കാം. ഇനീഷ്യൽ സെറ്റപ്പിൽ നിങ്ങൾ ഇവരുടെ ആഡ് റെക്കമെൻഡേഷൻസിന്റെ സാധനം ഓഫ് ആക്കിയിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള അപകടങ്ങളും വരത്തില്ല. ഇനി ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആപ്പ് സ്റ്റോറിൽ ചെല്ലുക, സെറ്റിംഗ്സ് എടുക്കുക, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഡിസേബിൾ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ ആപ്പ് സ്റ്റോർ ഒന്ന് ഫോർ സ്റ്റോപ്പ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശുഭം. അപ്പൊ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കളയാം. ഓവറോൾ എനിക്ക് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഇതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഈ ബ്ലോട്ട്വെയർസ് ഞാൻ നോക്കിയിട്ട് റിയൽമിനേലും ഈ പറഞ്ഞ ഷവമിനേലും ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ പറഞ്ഞ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ആമസോൺ, ഫേസ്ബുക്ക് തുടങ്ങിയ ചിലരേലും ഒക്കെ അത് കൈവെക്കും. ബാക്കി ഈ പറഞ്ഞ ഡെയിലി ഹണ്ട് പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഈ പറഞ്ഞ അൺഇൻസ്റ്റാൾ ചെയ്താലായി. എന്നാലും ഈ പറഞ്ഞ ഇത്രയും ബ്ലോട്ട്വെയർസേ ഉള്ളൂ. ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് 12,000 രൂപയുടെ ഫോൺ എനിക്ക് കൂടുതൽ പറയല്ല. എനിക്ക് ഏറ്റവും വളരെ മോശമായിട്ട് തോന്നിയത് ഈ ഒരു ഫോണിൻ്റെ ആനിമേഷൻസ് ആണ്. ഇത്രയും കൂറ ആനിമേഷൻസ് ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ആൻഡ്രോയിഡ് 4.4 കിറ്റ്കാറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ അത് കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അന്നായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഗാലക്സി ഫെയിമിനകത്ത് കസ്റ്റമർ റോം അന്നിട്ടപ്പോൾ 4.4 ഒരു ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അതായത് നമ്മളൊരു സാധനം ഒരു ആപ്പ് ഓപ്പൺ ആക്കുന്നു, ഇങ്ങനെ ഒരു ഫെയ്ഡ് ഇൻ പോലെ ആപ്പ് ഓപ്പൺ ആയി വരുന്നു. ഇതായിരുന്നു സംവിധാനം. അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാലം മാറി. ആൻഡ്രോയിഡ് 14 ഇത്രയും വൃത്തികെട്ട ആനിമേഷൻ ഇവർ എന്തിനാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെയൊക്കെ ഫോൺസിൽ ഇപ്പം എൻ്റെ നിയോ 7 പ്രോയ്ക്കകത്തൊക്കെ മറ്റേ ഒരു പ്രത്യേക ടൈപ്പുള്ള ആനിമേഷൻ, അതായത് ഇങ്ങനെ പൊങ്ങി വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ അത് ഇങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ട് ഈ ഐക്കണിൻ്റെ അകത്തോട്ട് തന്നെ കയറുന്ന പോലെ തോന്നും. അതാണ് ഇപ്പം ഐഫോണിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ആൻഡ്രോയിഡ് ഫോൺസ്, ഈവൻ റിയൽമിയുടെ റെഡ്മിയുടെ ഫോൺസിന് വരെ അങ്ങനത്തെ ആനിമേഷൻസ് ആണ്. ഇവരെന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട ആനിമേഷൻ വെച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പേഴ്സണലി വെറുപ്പായിപ്പോയി. കാരണം നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും, ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഈ സ്വൈപ്പ് ജസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിങ്ങനെ സ്മൂത്തായിട്ട് കയറി പോകുമ്പോൾ ഒരു രസമുള്ളൂ. അതാണ് എന്നാലും ഒരു സോഫ്റ്റ്വെയർ ഫീൽ കിട്ടുള്ളൂ. ആ ഒരു കാര്യത്തിൽ വളരെ മോശമാണ്. ഇതിങ്ങനെ കണ്ടോ, പോപ്പപ്പ് ആയിട്ട് വരുന്നു, ബാക്ക് അടിച്ച് കഴിയുമ്പോൾ പോപ്പപ്പ് ആയിട്ട് ഒരു ഫെയ്ഡ് ആയിട്ടായിട്ട് അങ്ങ് പോകുന്നു. പേഴ്സണലി ഇഷ്ടമല്ല. ഇനി വേറൊരു പ്രശ്നം ഫൺടച്ച് OS 14 പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഐക്യു നിയോ 7 പ്രോയ്ക്കകത്ത് ഇത് സ്മൂത്ത് ആയിട്ട് മറ്റേ ആനിമേഷനാണ്, ഇതിനകത്തെ പോലെയല്ല. അപ്പം മനഃപൂർവ്വം ഈ ഒരു ബഡ്ജറ്റിലായതുകൊണ്ടും ഈ പറഞ്ഞ ഇനി ചിപ്സെറ്റിന് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയാണോ എനിക്കറിയില്ല. 6 Gen 1 ഈസ് വെരി കേപ്പബിൾ. ഇവർ പറഞ്ഞ 695 അല്ലെങ്കിൽ ഇവരുടെ ഡിമെൻസിറ്റി 70 ഇങ്ങനത്തെ പറഞ്ഞ ചിപ്സെറ്റുകളിലൊക്കെ വെരി കേപ്പബിൾ. അവരുടെ ഈ പറഞ്ഞ ആ ചിപ്സെറ്റ് യൂസ് ചെയ്ത ഫോണിൽ ഈ ആനിമേഷൻസ് ഇടാമെങ്കിൽ ഇതിനകത്ത് ഒരു പ്രശ്നമില്ല. ഇവൻ ഡിമെൻസിറ്റി 7200 ഇവരുടെ C9 തന്നെ അതുണ്ട്. പിന്നെ എന്തിനാണ് 6 Gen 1 എന്ന് പറഞ്ഞ് ഇടേണ്ടത്? ഇത് അണ്ടർ ക്ലോക്ക്ഡും അല്ല. അതൊരു സന്തോഷ വാർത്ത. ഞാൻ വിചാരിച്ചത് 6 Gen 1 അണ്ടർ ക്ലോക്ക്ഡ് അല്ല, 2.2 തന്നെയാണ് മാക്സ് ക്ലോക്ക് ചെയ്തേക്കുന്നത്, അണ്ടർ ക്ലോക്ക്ഡ് വെർഷൻ അല്ല. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഇത് 6GB വേരിയൻ്റ് ആണ്, 120GB സ്റ്റോറേജ് ആണ്, 4GB വേരിയൻറ്റും ഉണ്ട്. 6 എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, 4 എടുത്താലും പ്രശ്നമില്ല, 8 എടുക്കണ്ട. അതാണ് എൻ്റെ സജഷൻ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളായിട്ട് പോലും എന്തിനാണ് ഈ ആനിമേഷൻസ് ഇങ്ങനെ വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ പേർക്ക് ചോദിക്കാം, ബ്രോ എന്തിനാണ് ഇതിനകത്തൊക്കെ പറയുന്നത്? അത് ആൾക്കാർക്ക് അതൊന്നും തോന്നത്തില്ല. എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. എനിക്കെന്തായാലും പേഴ്സണലി ഇഷ്ടമില്ല ഇങ്ങനത്തെ ആനിമേഷൻ, അത്രേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് കുഴപ്പമില്ല. പക്ഷേ
കോമ്പറ്റീറ്റർ ബ്രാൻഡുകൾ തരുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് തന്നുകൂടാന്ന് എനിക്ക് ചോദിക്കാം, അത് ഞാൻ ചോദിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു പ്രശ്നം ഒഴിച്ച് പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല, ഈ ഒരു സാധനം അവർ അപ്ഡേറ്റിംഗ് കൊണ്ടുവന്നാലും സന്തോഷം. ഇനി അടുത്തായിട്ട് ഇതിന്റെ അടുത്ത കാറ്റഗറിയെ പറ്റി സംസാരിക്കാം. ക്യാമറ 50 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറയും ഒരു പ്രഹസനം, അതായത് കുട്ടനും ഉണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. അപ്പൊ ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ ഔട്ട്ഡോറിൽ അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് ഫോട്ടോസ് കിട്ടും. ഡൈനാമിക് റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ വലിയ കട്ടി വാക്കുകളൊന്നും ഈ ഫോൺ ഏക്കത്തില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഡൈനാമിക് റേഞ്ച് ഒക്കെയാണുള്ളത്. ഈ പറഞ്ഞ മാക്രോ ഫോട്ടോസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഞാൻ കണ്ടു. അതായത് ചില സമയത്ത് ഫോക്കസ് ആകത്തില്ല, ഫോക്കസ് ആയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒക്കെ വലിയ കുഴപ്പമില്ല, ലൈറ്റ് ഒക്കെ ഉള്ള നല്ല ഫോട്ടോസ് കിട്ടും. അത്യാവശ്യം ഗ്രീനൊക്കെ ഇച്ചിരി പഞ്ച് ചെയ്ത് തന്നെ കാണിക്കുന്നത്. ഇവൻ സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വലിയ കുഴപ്പമില്ല. ഇപ്പം സൂര്യനെ കാണാത്തതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ ജഡ്ജ് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഇച്ചിരി പുറകോട്ടാണ്. നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പിടിച്ചാലേ കറക്റ്റായിട്ട് റെഡി ആവുള്ളൂ. ഹ്യൂമൻ സബ്ജക്ട്സിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ സ്കിൻ ടോൺ ചെറിയൊരു വൈറ്റനിങ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത സ്കിൻ ടോൺസ് രീതി കിട്ടുന്നുണ്ട്. വലിയ പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നിയത്. ഇവൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എസ്പെഷ്യലി ഈ ഒരു ഫോണിൻ്റെ ഇഷ്ടപ്പെട്ട പോർട്രേറ്റ് ഫോട്ടോസാണ്. പോർട്രേറ്റ് ഫോട്ടോസിന് എഡ്ജ് ഡിറ്റക്ഷൻ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ അതിനകത്ത് കളർ കുറച്ചുകൂടെ നല്ലതാണ്. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു കളർ പ്രൊഡക്ഷനാണ് പോർട്രേറ്റ് ഫോട്ടോസിനുണ്ട്. അതുകൊണ്ട് പോർട്രേറ്റ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. 50 മെഗാ പിക്സൽ ഫോട്ടോസിനാണ് ഇപ്പോൾ ഷാർപ്നെസ് ഉണ്ട്. കൂടുതൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കളർ പെയിന്റിങ് പോലെ ഇരിക്കും. അതായത് ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അതായത് നമ്മൾ സൂം ചെയ്യാതെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അത്ര ഷാർപ്പാന്ന് പറയാനും പറ്റത്തില്ല ഓവറോൾ. അപ്പം ഹ്യൂമൻ സബ്ജക്റ്റ് ചില സമയത്ത് വെളുപ്പിച്ചും തരാറുണ്ട്. അപ്പം ഒരു ഹിറ്റ് ആൻഡ് മിസ് പോലത്തെ ഒരു സെറ്റപ്പാണ്. മൊത്തത്തിൽ പറയുകയാണ് ഒരു ആവറേജ് ക്യാമറ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ നൈറ്റിൻ്റെ ഫോട്ടോസും യൂസബിൾ ഫോട്ടോസ് കിട്ടും. അങ്ങനെ അത്ര മികച്ചതായിട്ടൊന്നുമില്ല. പിന്നെ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. നിങ്ങൾ കൈ ചെറുതായിട്ടൊന്ന് അനക്കിയാൽ തന്നെ നല്ല ഷെയ്ക്ക് വരുന്നുണ്ട് നൈറ്റ് മോഡിലൊക്കെ. അല്ലാത്ത രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് കിട്ടും. ക്യാമറ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹ്യൂമൻസിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുക്കുമ്പോഴും നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് കിട്ടും. എന്നും പറഞ്ഞ് ഈ പറഞ്ഞ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ കമ്പനികളും ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, അതാണ്. പക്ഷേ പണ്ടത്തെ എൻ്റെ റിയൽമി XT അല്ലെങ്കിൽ റെഡ്മി നോട്ട് 8 Pro, നോട്ട് 7 Pro ഈ പറഞ്ഞ ഫോൺസൊക്കെ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഇതൊക്കെ തോട്ടിലെറിയാൻ പറ്റും. കാരണം അത്രയ്ക്കും പൊട്ട ക്യാമറയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതൊക്കെ ഇപ്പോഴും ആ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിരുന്നു. ആ റേഞ്ച് പോലും ഇപ്പോഴത്തെ 15,000 പറഞ്ഞ ഫോൺസിനില്ല ക്യാമറയുടെ കാര്യത്തിൽ. പിന്നെ സെൽഫിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൽഫി വളരെ ആവറേജ് ആയിട്ടാണ് തോന്നുന്നത്. അതായത് നന്നായിട്ട് വെളുപ്പിച്ച് സ്കിൻ ടോണൊന്നും ഇല്ല, വെളുപ്പിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. സ്കൈ ഒക്കെ ചില സമയത്ത് നല്ലതായിട്ട് തന്നെ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. അതായത് ലൈറ്റ് ബാലൻസിങ്ങും ഇല്ല, എല്ലാ രീതിയിലും ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം സെൽഫി ക്യാമറ. ഇനി വീഡിയോ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എടുത്തു പറയേണ്ട ഒരു കേസായിട്ട് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ റിവ്യൂവിനകത്തൊക്കെ കണ്ടത് 4K ഉണ്ടെന്നാണ്. ഞാൻ നോക്കിയിട്ട് എൻ്റെ ഫോണിൽ കാണുന്നില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് 6 GB വേരിയന്റിലും ഇല്ല, 4 GB വേരിയന്റിലും ഇല്ല, 8 GB വേരിയന്റിലാണ് 4K റെക്കോർഡിംഗ് ഉള്ളത്. ഇത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ചൊരു ബ്രാൻഡ് ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം. കാരണം നിങ്ങൾ കാറിൽ തന്ന എന്താണ് കുഴപ്പം? 4 പോട്ടെ, ഫൈൻ, പക്ഷെ 6 തരായിരുന്നു. 4K റെക്കോർഡിങ് സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റാണ് 6 Gen 1. എന്നിട്ടും ഇങ്ങനത്തെ മോശം പരിപാടിയാണ് അവർ കാണിക്കുന്നത്. 4K സപ്പോർട്ട് ചെയ്യും, ക്യാമറയും കേപ്പബിൾ ആണ്. 6 Gen 1 കൊണ്ട് 6 GB റാമിനകത്ത് 4K വെച്ചാൽ എന്നെ ആകാശം ഇടിഞ്ഞ് വീഴുമോ എനിക്കറിയത്തില്ല. 8 GB റാം വേരിയന്റിൽ 4K ഉണ്ട്. അതെന്നാ 8 GB കാർക്ക് വേണ്ടി മാത്രം അത്ഭുതകരമായി വെച്ചേക്കുന്നതാണോ? അതിന് മറ്റേ 6 GB കാർക്ക് 4 GB കാർക്ക് ഇറങ്ങത്തില്ലേ? എന്നെ പറയണമെന്നില്ല. ഇങ്ങനെയൊക്കെ കമ്പനികളുണ്ടോന്ന്. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ 4K 10,000 രൂപയുടെ ഫോൺസ് കിട്ടുമായിരുന്നു. ഇപ്പം 8 GB റാം ഉണ്ട്, എന്നാൽ 4K പിടിച്ചോ? ഇതിങ്ങനെയൊക്കെയാണ്. വളരെ മോശം. 1080p 60 FPS പോലും ഇല്ല, 30 FPS ആണ്. വളരെ ശോകം. സോ ഇതാണ് IQ Z9Xന്റെ റെയർ വീഡിയോ ഫുട്ടേജ് എന്ന് പറയുന്നത്. 1080p 30 FPSലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ EASന് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് ആവറേജ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുക, അത്രേ ഉള്ളൂ. സെൽഫി വീഡിയോ ക്യാമറ കൂടുതൽ ഞാൻ പറയുന്നില്ല. മറ്റേത് EA സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഇവിടെ സ്റ്റെബിലൈസേഷനും ഇല്ല. ഇതാണ് IQ Z9Xന്റെ സെൽഫി വീഡിയോ ഫുട്ടേജ്. 1080p 30 FPS ആണ്. പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. ഓടിക്കഴിഞ്ഞാലും അത്യാവശ്യം ഷെയ്ക്ക് ആവുന്നുണ്ട് ഫുട്ടേജ്. ഇത് വളരെ മോശമായിപ്പോയി, അത് ഞാൻ എടുത്തെടുത്ത് തന്നെ പറയും. 4K 6 GB-ലും 4 GB-ലും കൊടുക്കാം. ചിപ്സെറ്റും ക്യാമറ സെൻസറും മാത്രമേ പരിഗണിച്ചാൽ മതി. റാം എന്തുമാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ 4K ആയിട്ട് തന്നെ ബന്ധം. എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ ബ്രാൻഡൊക്കെ എന്തിന് ഇങ്ങനെ തുടങ്ങുന്നതെന്നാ. ബാക്കി കമ്പനികൾ 4K തരാറില്ല, അത് പോട്ടെ.
എന്നാൽ തരുന്നുണ്ട് 8 GB വേരിയന്റ് പിന്നെ വേർതിരിവ് കാണിക്കുന്ന എന്തിനാ? എങ്ങ് തന്നാൽ പോരെ. 4K തന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ എന്തെങ്കിലും പോവോ? എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ക്യാമറ കാറ്റഗറി എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ആവറേജ് ഡീസൻറ്റ് ലെവൽ എന്ന് ഞാൻ പറയും. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് ഡീസൻറ്റ്, അല്ലെങ്കിൽ ആവറേജ്. സ്കിൻ ടോൺസിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പരിധി വരെ, ബാക്കിയൊക്കെ കണക്കാണ്. അടുത്തായിട്ട് സെൻസേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സെൻസേഴ്സും ഉണ്ട്, ഗൈറോസ്കോപ്പ് ഒക്കെ ഉണ്ട്, അതൊന്നും കളഞ്ഞിട്ടില്ല, പേടിക്കേണ്ട. അടുത്തായിട്ട് ബാറ്ററി ബാക്കപ്പ് നോക്കിയാൽ 6000 mAh ബാറ്ററി 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. 6000 mAh 44 എബോവ് 1 hour എടുക്കും, എങ്ങനെ പോലെ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ 6000 mAh ബാറ്ററി ഇസ് വെരി ഗുഡ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പം ഞാൻ ചാർജ് തീർത്തിട്ടില്ല ഇതിൻ്റെ, അത്രയ്ക്കും നല്ല രീതിയിലാണ് ഓടുന്നത്. അതായത് 6000 mAh എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ പോലെ തന്നെ 6000 mAh ഉണ്ട്. എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു 8 hours എബോവ് നോർമൽ യൂസിൽ സ്ക്രീൻ ടൈം കിട്ടും. ചെറിയ ഗെയിമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ സ്മൂത്തായിട്ട് 7 hours 8 hours ഒക്കെ കിട്ടും. എബോവ് 8 ഒരു 8 9 10 റേഞ്ചിൽ നോർമൽ യൂസറാണ് കിട്ടുക. അതായത് ഇപ്പോൾ ഓഫീസ് വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെർഫോമൻസും ഈ പറഞ്ഞ ബാറ്ററിയും ഇതിൽ ഭദ്രമാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 4GB 120GB പ്രൈസ് 12,999 ആണ്, 13,000 രൂപ. ഇനി 1500 ഓഫ് റോഡ് കിട്ടും. 6GB 120GB 14,500 രൂപ, അത് നിങ്ങൾക്ക് ഓഫർ 1500 കുറയും കാർഡ് ഉണ്ടെങ്കിൽ. 8GB 120GB പ്രൈസ് 16,000, അത് നിങ്ങൾക്ക് ഓഫറിൽ 1500 കുറയ്ക്കാം. ഇങ്ങനെയൊക്കെയാണ് പ്രൈസിങ്. അപ്പോൾ ഓവറോൾ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുവാണെങ്കിൽ ഡിസൈൻ ഈസ് ഫൈൻ, പെർഫോമൻസ് ഈസ് റിയലി ഫൈൻ, ബാറ്ററി ഈസ് അടിപൊളി, ക്യാമറ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറ എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതും പരിഗണിക്കാം. അപ്പോൾ ആ ഒരു രീതി വെച്ച് ഈ ഒരു ഫോൺ നോക്കാം, എസ്പെഷ്യലി പെർഫോമൻസ് പ്ലസ് ബാറ്ററി. അതാണ്. പിന്നെ ഗ്രീൻ ലൈൻ വരുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. IPS LCD ഇല്ല, സാധ്യത കുറവാണ്. IPS LCD ഗ്രീൻ ലൈൻ വരാൻ സാധ്യത കുറവ്, അതുകൊണ്ട് ഗ്രീൻ ലൈൻ വരത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വേറൊന്നും കൂടുതൽ പറയാനില്ല ഈ ഒരു ഫോണിനെ പറ്റി. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം 15,000-ന് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ. ഇപ്പം ഞാനാണ് 15,000 രൂപയ്ക്ക് ഫോൺ എടുക്കുന്നെങ്കിൽ ഞാൻ മിക്കവാറും ഈ ഫോൺ ആയിരിക്കും എടുക്കുന്നത്, കാരണം എനിക്ക് വേണ്ടത് പെർഫോമൻസ് ആണ്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എടുക്കുന്ന ഈ ഫോൺ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് G64 ഓപ്ഷൻ ഉണ്ട്, കുറച്ചുകൂടെ ബെറ്റർ സോഫ്റ്റ്വെയർ, മേ ബി കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ കിട്ടുമായിരിക്കും G64, പക്ഷേ അതിന് ചെറിയ ഹീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഫോണാണ്. പെർഫോമൻസ് പ്ലസ് ബാറ്ററി, ഈവൻ ഡിസ്പ്ലേ ഡിസൈൻ എല്ലാം നല്ലതാണ്. ക്യാമറ മാത്രം ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഫോർ ദ പ്രൈസ് ഇസ് ഫൈൻ, അത് വേറെ കാര്യം. കാരണം പ്രൈസ് കൂടെ നമ്മൾ പറയണം, വെറുതെ ആവറേജ് എന്ന് പറയാൻ പറ്റത്തില്ലോ. ഈ പ്രൈസിൽ ഇത് ഈ പറഞ്ഞ പോലെ ഫൈനാണ്, പക്ഷേ ക്യാമറ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് കിട്ടും, ഇത്ര എനിക്ക് പറയാനുള്ളൂ, അല്ല കൂടുതൽ എടുത്ത് പറയാനും അറിയത്തില്ല. ഇനി ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും